ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇന്ന് കുറച്ച് സങ്കടകരമായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ എന്താ പറയുക, നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു സുഹൃത്ത് എന്ന് പറയാം, നമ്മൾ ബിസിനസ് പരമായിട്ട് പരിചയപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് ഡോർമാറ്റിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയ സെയിം ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു ചേട്ടൻ, ആലുവയിലാണ് വീട്. സാമ്പത്തികമായിട്ട് നല്ല ഹൈ ഫാമിലി ആയിരുന്നു. പക്ഷെ പുള്ളി ഇതുപോലെ കുറേ ബിസിനസ്സൊക്കെ നടത്തി, അതുപോലെ കുറേ പേർക്ക് ക്യാഷ് കൊടുത്ത് അവരാരും തിരിച്ചു കൊടുക്കാതൊക്കെ ആയി. പുള്ളിക്ക് ഒരുപാട് ക്യാഷ് റോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ഒരു സൂപ്പർ മാർക്കറ്റ്, സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങും അതിനകത്ത് അത്യാവശ്യം നല്ലൊരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റ് ലാസ്റ്റ് പറ്റാണ്ടായപ്പോഴത്തേക്ക് അത് കൊടുത്തിട്ട്, അതായത് ആ ബിൽഡിങ് കൊടുത്തിട്ട് ആ സൂപ്പർ മാർക്കറ്റ് അതിനകത്ത് വാടക കൊടുത്തിട്ട് നടത്തിക്കൊണ്ടിരുന്നു. എന്തോ ഇന്നലെ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആള് ആത്മഹത്യ ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒരുപാട് റോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പുള്ളി കൊടുത്തവരാരും പുള്ളിക്ക് തിരിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. വീട്ടുകാർ എല്ലാവരും, സഹോദരങ്ങളും ഒക്കെ നല്ലൊരു ഹൈഫൈ ഫാമിലി ആയിരുന്നു. പക്ഷേ ക്യാഷിൻ്റെ കാര്യമല്ലേ, ആരും അധികം അങ്ങോട്ട് എന്താ പറയുക, ഹെൽപ്പ് ചെയ്യാൻ പോയില്ല. ഒരു നിമിഷത്തെ ഒരു തോന്നൽ. പലരോടും ഇതിനു മുന്നേ ഇതുപോലെ ആത്മഹത്യയുടെ ഒരു വക്കിലാണ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ആരും അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പം 2-3 ദിവസമായിട്ട് അവിടെ ഒരു 3 മരണങ്ങൾ നടന്നു. അത് പ്രായമായവരുടെയാണ്. ഈ ചേട്ടൻ എല്ലാത്തിനകത്തും മോളിനോളായിട്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒക്കെ നടന്നിരുന്നതാണ്. അപ്പോഴും ആരും വിചാരിച്ചില്ല. എൻ്റെ ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണ്. ഇന്നലെ രാത്രിയാണ് ഞാൻ അറിയണേ. പുള്ളി കള്ളിയിലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ഒരു നിമിഷത്തെ ഒരു തോന്നൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കുടുംബക്കാർക്ക് തന്നെ തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരൊക്കെയാണ്. ഒരു സഹോദരനോടുള്ളൊരു പരിഗണന വെച്ച് തീർക്കാമായിരുന്നു. ഒരു ജീവൻ അങ്ങനെ നഷ്ടപ്പെട്ടു. ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ബാങ്കിലൊരു താൽക്കാലിക ജോലിയാണ്. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നതേ. അപ്പം ആർക്കും വലിയ ജോലിയോ വരുമാന മാർഗങ്ങളോ ഒന്നും പ്രത്യേകിച്ചില്ല. കടങ്ങളാണെങ്കിൽ ഒരുപാട്. ആ ചേട്ടൻ തന്നെ ഒരു പോക്കം കൂടി പോയി. ഇനിയിപ്പം പുള്ളി മരിച്ചു എന്ന് കരുതിക്കൊണ്ട് ആരും അത് എഴുതി തള്ളാനൊന്നും പോകുന്നില്ലല്ലോ. അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുടുംബക്കാരാണ്. കുടുംബക്കാരെന്ന് പറയാൻ പറ്റത്തില്ല, പുള്ളി ചേട്ടൻ്റെ കുടുംബം. എന്താല്ലേ നമ്മൾ എന്താ പറയുക, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുതലും പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടും അധികം അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകത്തില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത്, ഇപ്പോൾ വീട്ടുകാർക്കൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പുറത്ത് ചിലപ്പോൾ ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളോട് പോലും ചിലപ്പോൾ പറയണം എന്നില്ല നമ്മുടെ ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ, ഷെയർ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് തടയാൻ പറ്റുമായിരുന്നിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു വാക്ക് മതി ചില സമയത്ത് നമ്മളെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. ഒരു നിമിഷത്തെ ഒരു തോന്നലാണല്ലോ അത്. ആ ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കത്തില്ല, നമുക്ക് ഭയമായിരിക്കും. പക്ഷേ എങ്കിൽ ആ ഒരു നിമിഷം പിടിച്ചു നിൽക്കാൻ തീരെ പറ്റണില്ല. ഞാൻ എന്തിനു ജീവിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പോയി. പിന്നെ ഭാര്യയോ മക്കളെയോ കുടുംബത്തെയോ ഒന്നും ആലോചിക്കില്ല. അവരെങ്ങനെ ജീവിക്കുമെന്നോ അങ്ങനെയൊന്നും ചെയ്ത്. നല്ല സ്വഭാവമുള്ളൊരു ചേട്ടനായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെയൊക്കെ അറിവിലെ പുള്ളി നല്ല ഹൈ സെറ്റിൽഡ് ഒരു ഇതിലാണ് പോയിക്കൊണ്ട്. കാരണം അവരുടെ ഫാമിലി അങ്ങനെയാണ്. അപ്പം ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കും. ഞാനും എന്താ പറയുക, നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ ഇത് കേട്ടപ്പോൾ എന്തോ പോലെ ആയിപ്പോയി. അപ്പം ഇന്നൊരു വീഡിയോ ഇടാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. പക്ഷേ എങ്കിൽ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഞാൻ പറയണത്, നമുക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ നമുക്ക് ആവശ്യമാണ്. വീട്ടുകാരോടൊന്നും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് അവർ ആ ഒരു സീരിയസ്നെസ്സിൽ എടുക്കണം എന്നില്ല. അവരത്രയും ഒരു സീരിയസ് ആയിട്ട് എടുക്കില്ലോ. അതൊക്കെ അങ്ങനെ പറയും, എപ്പോഴും എല്ലാവരും പറയുന്നതല്ലേ എന്നൊരു ചിന്തയിലൊക്കെ ആയിരിക്കും അവർ കൂടുതലും പോകുന്നത്. പക്ഷെ നിങ്ങളെ അറിയാവുന്ന, നിങ്ങളുടെ മനസ്സറിയാവുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു തോന്നലിൽ നിന്ന് നിങ്ങളെ ഒരു 90% പിന്തിരിപ്പിക്കാനായിട്ട് പറ്റും. എന്താ പറയുക,
മാക്സിമം നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുക. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്കതിനിടയിലും സന്തോഷിക്കാൻ പറ്റുന്ന ഒരവസരം പോലും നമ്മൾ പാഴാക്കി കളയരുത്. ഈ ഒരു ചിന്തകൾ, നമുക്ക് കടബാധ്യതകളൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് ഞാൻ പറയുന്ന പോണക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്കൊന്നും പ്രശ്നങ്ങളില്ലാത്ത ആളുകളൊന്നുമില്ല, പക്ഷേങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തു തരും, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. എന്താ പറയുക, ഇടയ്ക്ക് ഞങ്ങൾ പുറത്ത് പോവുകയും എല്ലാവരുമായിട്ടൊന്നും മനസ്സൊന്ന് ചേഞ്ച് ചെയ്യും. നമ്മൾ സ്ഥിരം വന്ന് കയറുന്ന ആ ഒരു മുറി, വീട്, സാഹചര്യങ്ങൾ എല്ലാത്തിൽ നിന്നും നമുക്ക് ഇടയ്ക്ക് ഒരു മോചനം ആവശ്യമാണ്. നമ്മൾ ഇടയ്ക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും ഒന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും എന്നുള്ളത്, അത് എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ ഒരു ഇതാണ്. അത് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് വരും. നമ്മൾ സ്ഥിരം ഉള്ള ഒരു, നമ്മൾ തന്നെ എപ്പോഴും പറയുന്ന കേട്ടിട്ടില്ലേ, നമ്മൾ ഇപ്പം വീടിൻ്റെ ബെഡ്റൂമിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീടിനുള്ളിലാണെങ്കിൽ പോലും ഫർണിച്ചറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടുക, കർട്ടനുകൾ ചേഞ്ച് ചെയ്തിടുക, ഓരോന്നിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് പെട്ടെന്നൊരു പുതിയ സ്ഥലം അല്ലെങ്കിൽ പുതിയൊരു അറ്റ്മോസ്ഫിയർ എന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥിരമുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. വീടുകളിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, ഇടയ്ക്ക് മറ്റുള്ളവരൊക്കെ ആയിട്ടൊന്ന് ഫാമിലി ആയിട്ടോ അല്ലാത്തയോ ഒക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക, മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സഹവസിക്കുക, അവരുമായിട്ട് തന്നെ പ്രശ്നങ്ങളിലൊക്കെ എന്താ പറയുക, പറയുക, ഷെയർ ചെയ്യുക. നിങ്ങൾ മനസ്സിൽ ഒതുക്കി 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 കൊണ്ടു നടക്കുമ്പോൾ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. ഡിപ്രഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മെയിൻ ഇതാണ് ഈ ആത്മഹത്യ, എന്താ പറയുക, തോന്നലുകളൊക്കെ വരുന്നത്. അപ്പം ഒരുപാട് പേര് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വിളിക്കുന്നവരാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയും, പലരും ഇതുപോലെ ജീവിക്കാൻ തോന്നുന്നില്ല, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ വരുന്നവരുണ്ട്. അപ്പം അവരോട് എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് പേടിയായിപ്പോയി. എല്ലാവരും പറയാൻ പറ്റത്തില്ല, നമ്മൾ ആരൊക്കെ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റിയല്ല. അപ്പം ആരും അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ അതിനു മുന്നേ തന്നെ മാക്സിമം മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ അവർ പറയുന്ന, എൻ്റെ അടുത്ത് വിളിക്കാറുള്ളവരും മെസ്സേജ് ഇടാറുള്ളവർ പറയുന്ന അവർക്ക് പരിചയമില്ലാത്ത ഒരാളാണ് ഞാൻ, മീഡിയയിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ്, നമ്മൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റും, ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല ഇല്ലേ? ആ ഒരു ഫോൺ നമ്പർ അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിൽ യാതൊരു കണക്ഷനും വരാത്തത് കാരണം, ഞാൻ അറിയില്ല, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും അറിയില്ലാത്തത് കാരണം അവർക്ക് എന്നോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്നത്, പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മനസ്സിൽ നിന്ന് ഒരുപാട് ഭാരങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. ആരുടെങ്കിലും ഇതുപോലെ തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്പർ തരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുപോലെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിന് എന്താ പറയുക, നിങ്ങളെ മനസ്സിനെ നമുക്ക് ഒരുപാട് ബലപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുക. ഞാൻ പ്രശ്നങ്ങളില്ലാത്ത വ്യക്തിയാണെന്നല്ല, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്, എൻ്റെ മനസ്സും ദുർബലവും ഒക്കെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളല്ല, മറ്റൊരാളുടെ പ്രശ്നം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എന്തെങ്കിലും ഒരു ഐഡിയ, ചിലപ്പോൾ നമുക്കൊരു സ്പാർക്ക് കിട്ടിയാലോ അല്ലേ. മാക്സിമം എല്ലാവരുമായിട്ട് സഹകരിച്ചും സുഹൃത്തുക്കളൊക്കെ ആയിട്ടും വീട്ടുകാരൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ നോക്കുക. ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കുവേ അത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് സ്വന്തം കുടുംബത്തെ തന്നെയാണ്, വേറെ ആർക്കും അത്രയും നഷ്ടം വരത്തില്ല. ഇനി അവരെങ്ങനെ ജീവിക്കും എന്നുള്ളത്, അവർ മരിച്ചു എന്ന് കരുതിക്കൊണ്ട് ആ ഒരു ബാധ്യത ഇല്ലാതാവുന്നില്ല. ആ ബാധ്യത അങ്ങനെ തന്നെ ഇവരുടെ മേത്തേക്ക്, തൻ്റെ കുടുംബത്തിൻ്റെ മേലെയാണ് വന്ന് വീഴുന്നത്. അവരതെങ്ങനെ എന്താ പറയുക, നേരിടുമെന്നുള്ളൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും അന്നേരം അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനും പറ്റുന്നില്ല. ഒരു എന്താ പറയുക, നല്ലത് മാത്രം ചിന്തിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി പോകാനുള്ള എല്ലാ വഴികളും നോക്കുക കേട്ടോ. പ്രാർത്ഥന ഒരിക്കലും മുടക്കാതിരിക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരില്ല. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. നാളെ നമുക്ക് നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ.